ഈ പാർട്ടിയെ കേൾക്കുമ്പോൾ നമുക്ക് ഇച്ചിരി വില്ലത്തിയാന്ന് തോന്നും. എന്താണ്? ബാത്ശബ, ദ വൈഫ് ഓഫ് സമ്മൺ എൽസ്. ദാവീദിൻ്റെ ഭാര്യയെന്ന് ബൈബിൾ പോലും പറയുന്നില്ല. അതറിയാമോ? ദാവീദിനെ പറ്റി എഴുതിയിരിക്കുമ്പം ദാവീദിന് ഊര്യാവിൻ്റെ ഭാര്യയായ ബാത്ശബ, ഷടാ, അത് ഈ പറഞ്ഞ പോലെ മരിച്ചുപോയ ആളല്ലേ, അയാളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വരെ ഇപ്പോൾ ഇരിപ്പുണ്ട്. അതങ്ങ് പേര് വെട്ടി ഇങ്ങോട്ട് ചേർത്തൂടെ? പറ്റത്തില്ല. ദൈവം ഇപ്പോഴും പറയുന്നത് അതിൽ കൂടെ ശലോമോനൊക്കെ വന്ന്, അതൊക്കെ ശരി, ശലോമോനൊക്കെ വരും. പക്ഷേ ദൈവം ഇപ്പോഴും പറയുന്നത് ആരാണ്? ദാവീദിൻ്റെ ഭാര്യ എന്ന് പറയുന്നില്ല, പകരം പറയുന്നത് എന്താണ്? ഊര്യാവിൻ്റെ ഭാര്യ. നാട്ടുകാർ മുഴുവൻ പറഞ്ഞാലും ദൈവം എന്ത് പറഞ്ഞും കൂടെ ഓർക്കണം. ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഒറ്റ പാഠമേ ഉള്ളൂ. അവർ ലൈഫ്സ് വിൽ നോട്ട് ഓൾവേസ് ഗോ അക്കോർഡിംഗ് ടു അവർ പ്ലാൻസ്, അല്ലേ? ആ ബാത്ശബയ്ക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, അവൾക്കൊരു കുടുംബം ഉണ്ടായിരുന്നു, അവൾക്കൊരു ഭർത്താവ് പട്ടാളക്കാരനാണ്, അല്ലേ? ഇയാൾ യുദ്ധത്തിന് പോകുമ്പോഴൊക്കെ പ്രാർത്ഥനയോടെ ഈ പറഞ്ഞ പോലെ അവിടെ കാത്തിരിക്കുന്ന ഒരു ഭാര്യയാണ്. അവനെപ്പോഴാണ് വെക്കേഷന് വരുന്നത്, യുദ്ധം കഴിഞ്ഞ് വരുന്നത് നോക്കിയിരിക്കുന്ന ഒരു ഭാര്യയാണ്. പക്ഷേ പെട്ടെന്നാണ് ഒരു ദിവസം അവളുടെ ജീവിതത്തിൽ മൊത്തത്തിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു പോയി. അത് അവളുടെ കുറ്റമല്ല എന്ന് ഓർക്കണം. അവൾ വീട്ടിൽ മര്യാദയ്ക്ക് ഇരിക്കുമ്പം കൊട്ടാരത്തിൽ നിന്ന് ആൾ വന്ന് ഇവളെ അങ്ങ് കൊണ്ടുപോവാണ്. ശരിക്കും പറഞ്ഞാൽ അവളുടെ പ്ലാൻ അല്ലായിരുന്നു. പിന്നീട് മുന്നോട്ട് നടന്ന കാര്യങ്ങളൊക്കെ അൺഎക്സ്പെക്റ്റഡ് സർക്കംസ്റ്റൻസസ് വിൽ അറൈവ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചെന്നിരിക്കും. പെട്ടെന്ന് അവളുടെ ഭർത്താവ് ഏതാണ്ട് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു. പക്ഷേ അവിടെയെല്ലാം ഗോഡ് വാസ് സോവറൻലി ആൻഡ് കോൺസ്റ്റൻ്റ്ലി വർക്കിംഗ് ത്രൂ ഓൾ ദീസ് തിങ്സ്. പക്ഷേ ഇതൊക്കെ സംഭവിക്കുമ്പോഴും ദൈവം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. എന്താണ് ദൈവപ്രവൃത്തി? He was working to bring about the plans that are bigger than ours. നമുക്ക് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, പക്ഷേ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നമുക്ക് നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയെക്കാട്ടിലും വലിയ പദ്ധതികളാണ്. എത്ര പേര് അതിനൊരു ആമേൻ പറയും? എത്ര പേരത് വിശ്വസിക്കുന്നു? നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ച് ഒക്കെ നമുക്ക് പദ്ധതികളുണ്ട്. പക്ഷേ ഒന്നോർത്തോണം, നമുക്ക് നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ചോ നമ്മുടെ ഭവനത്തെക്കുറിച്ചോ നമ്മുടെ ഭാവിയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ഉള്ള പദ്ധതികളെക്കാട്ടിലും വലുതാണ് എൻ്റെ ദൈവത്തിന്. ബാത്ശബയുടെ പദ്ധതി, അവളുടെ പ്ലാനൊക്കെ ചെറുതായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അതും വന്നു. എങ്ങനെ? ദാവീദിൻ്റെ കൂടെ കൊട്ടാരത്തിൽ വന്നു. പിന്നീട് യേശുവിൻ്റെ വംശാവലിയിൽ അവളുടെ പേരും വന്നു.